ഹലോ ഫ്രണ്ട്സ്, ഇത് ഇന്നലെ രാത്രി കുതിർക്കാനിട്ട പഞ്ഞിപ്പുല്ലാണ്. ഇന്ന് രാവിലെ നല്ലതായിട്ട് കുതിർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് അരച്ചിട്ട് കുട്ടികൾക്ക് കുറുക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്താൽ എനിക്ക് ഇപ്പോഴും ഇഷ്ടമുള്ളൊരു സാധനം കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന. എന്നാലും ഇടയ്ക്ക് ഇത് ഞാനിവിടെ ഇങ്ങനെ ഇട്ടിട്ട് പിള്ളേർക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കും, ശർക്കരയൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്നറിയാം, ക്ലീനിങ് ആണ്. മൊത്തത്തിലുള്ള ക്ലീനിങ് ആണ് ഇന്നത്തെ പരിപാടി. രാവിലെ തന്നെ ഇതാ ചെറുത് 2 കിണറ്റിൽ നിന്ന് വെള്ളം കോരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെല്ലാം കൂട്ടി മൊത്തം ഒന്ന് അടിച്ചു വാരി കഴുകി അത് കഴിഞ്ഞിട്ട് തോട്ടിൽ പോകണം, തോട്ടിൽ പോയി കുളിക്കാനൊക്കെ പോകണം എന്നൊക്കെ പ്ലാനിലാണ് രാവിലെ. അങ്ങനെ ഓമയ്ക്കാപ്പഴം ഒരെണ്ണമുണ്ട്, അത് ചെത്തുവാണ്. ചെറിയ മഞ്ഞപ്പ് വീണപ്പോഴേ പറിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ചെത്തുക. പിള്ളേർക്കെന്നല്ല, എല്ലാവർക്കും കഴിക്കാനായിട്ട് ചെത്തുവാണ്. അങ്ങനെ ഓമയ്ക്കാപ്പഴമൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇരുന്ന് കഴിക്കാവേ. കുട്ടികളെയൊക്കെ കൂട്ടി സ്റ്റെപ്പിൽ പോയി ഇരുന്ന് കഴിക്കുക. അപ്പം നമ്മുടെ ജൂലി അർജു ഒക്കെ ഉണ്ട് കൂടെ. അവർ രണ്ടുപേരും കൂടി കളിക്കുക, എന്തൊക്കെ ചെയ്യുന്നത്. 2 മാസത്തോടൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞാവ ഉണ്ടാവും ജൂലിക്കുട്ടിക്ക്. അങ്ങനെ അവർ ഇതാണ്ട് കുറുക്കൻ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ നോക്കുവാണ്. അടുത്തത് നമ്മുടെ ഓമയ്ക്കാപ്പഴം കൊണ്ടുള്ള ബ്യൂട്ടി ടിപ്സാണ്. അനിയൻ ചേട്ടന് തേച്ച് കൊടുക്കുന്നു, അതെ അനിയത്തി ചേട്ടത്തിക്ക് തേച്ച് കൊടുക്കുന്നു. അവർക്കിത് ഇഷ്ടമില്ല, പിടിച്ചെന്റെ നിർബന്ധം കൊണ്ട് പിടിച്ച് തേപ്പിക്കുക. അവൾ എന്ത് ചെയ്താ മുഖത്ത് മുഴുവൻ തേക്കാൻ സമ്മതിക്കില്ല. ഇനി ഞാൻ ആ കാര്യം അങ്ങ് ഏറ്റെടുത്തു. എല്ലാത്തിനെയും പിടിച്ചിരുത്തി എല്ലാത്തിൻ്റെയും മുഖത്ത് ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഇരിക്കണമല്ലോ അതൊക്കെ തേച്ചാൽ, അതിന്റെ ബുദ്ധിമുട്ടാ. അങ്ങനെ നമ്മുടെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അവിടെ പൊടിയൊന്നുമില്ല. ജൂലിപ്പെണ്ണിനെ പിന്നെ കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ കെട്ടിയിടാറില്ല. അതുകൊണ്ട് ആ തണുപ്പ് പറ്റി ഇങ്ങനെ നടക്കും. അതുകൊണ്ട് അപ്പുറേന്ന് വഴക്ക് പറഞ്ഞപ്പോൾ അടുത്തടുത്തോട്ട് വന്നവൾ കിടന്നു. അങ്ങനെ അംഗം വെട്ടലെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഇറങ്ങി നീത്തിയുടെ വീട്ടിലേക്ക് എത്തി. അങ്ങനെ ഞാൻ ക്ലാസ്സിന് പോവാണേ, വന്നിട്ട് കാണാവേ. ജിലിമിപ്പുളി മത്തി തോരൻ, മത്തി വറുത്തതല്ലോ. ചക്കക്കുരു മാങ്ങായും മീൻതോരനും മീൻ വറുത്തൊക്കെ കൂട്ടി നന്നായിട്ട് പിടിക്കുക. വിശന്ന് ചത്താ വന്നത്. ഇനി ഇതും കഴിഞ്ഞിട്ട് നേരെ തോട്ടിച്ചാടാൻ പോവാണേ. മത്തിയും കൂട്ടി തോറ് വേണോ? കള്ളി കളർ
അപ്പോൾ ശരി ഗായ്സ്, നിങ്ങളെല്ലാം തൊട്ട് ചാടട്ടെ.